ഗലാത്യർ 4:4 വാക്യം. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് കാലസമ്പൂർണം ദൈവത്തിന്റെ ദൃഷ്ടിയിലുണ്ട്. ആദമും അവയും പാപം ചെയ്ത് ദൈവത്തിന്റെ എന്ത് ചെയ്യും? മനുഷ്യൻ വേർപെട്ട് ദൈവനും മനുഷ്യരുടെ ബന്ധം നഷ്ടപ്പെട്ട്, അതുകൊണ്ട് അതിലൂടെ ശാപങ്ങൾ ഈ മനുഷ്യന്റെ മേൽ വന്നു. എല്ലാ ദിവസവും കർത്താവ് ആദാമോടും അവയോടും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്ത്? പാപമുഖാന്തരം ഇവർക്ക് നഷ്ടപ്പെട്ടത് ആ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ സംഭാഷണം. പാപത്തിന് മുൻപ് എല്ലാ ദിവസവും എന്ത് ചെയ്ത്? ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത്. പാപമുഖാന്തരം എന്തായി? ആ ദൈവ സാന്നിധ്യവും പിന്നെ ദൈവത്തിന്റെ സംഭാഷണയും നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് പരിഹാരമായി കർത്താവ് ഇത് ചെയ്ത് കൈറോസ് എന്ന് പറയും. ഗ്രീക്ക് വേർഡ് കൈറോസ് ആണ്. അതിനർത്ഥം അപ്പോയിന്റഡ് ടൈം, നിശ്ചയിച്ച സമയം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ദൈവത്തിന്റെ സമയം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിശ്ചയിച്ച സമയം. ഭൂമിയിൽ ദൈവം തന്നെ പുത്രനായി ജനിക്കുമെന്ന് ദൈവം എന്ത് ചെയ്ത്? തീരുമാനിച്ച്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ വായിച്ച വാക്യം വെച്ചു. ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും ഇത് പറയുമ്പോൾ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്? അന്നേ തീരുമാനിച്ച് നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും എന്ത് ശത്രുത ഉണ്ടാക്കുമെന്ന്. അങ്ങെങ്കിൽ ആ ദൈവ സന്തതിക്കും പിശാച സന്തതിക്കും ദൈവം ചെയ്ത് ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവ് ചെയ്ത് തീരുമാനിച്ച്. അതുകൊണ്ടാണ് വചനം കാലം സമ്പൂർണമായപ്പോൾ തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിക്കുവാനായി പഴയ നിയമത്തിൽ പ്രകാരം, പഴയ ന്യായപ്രമാണത്തിൽ പ്രകാരം അവൻ ജനിച്ചവനായി നിയോഗിച്ച്. കർത്താവ് എന്ത് ചെയ്ത്? ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായി. എപ്പോഴാണ്? ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ സമയത്ത് ജനിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത് താൻ ഈ ഭൂമിയിൽ ജനിച്ച് 30 വയസ്സായപ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് വായിക്കാം. മാർക്കോസ് 1-ാം അധ്യായം 15-ാം വാക്യം. യേശു കർത്താവ് താൻ ചെയ്ത് സുവിശേഷം അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തോട്ട് ഇറങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന്. ഈ കാലം തികഞ്ഞു എന്ന് പറയുന്നത് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വചനം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ കർത്താവ് ഉൽപ്പത്തിയിൽ പറഞ്ഞ ആ സമയം ആയി കഴിഞ്ഞ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് കാലം തികഞ്ഞു. ഭൂമിയിൽ മനുഷ്യനായി കർത്താവ് ജനിച്ച് എന്തിനു വേണ്ടി ജനിച്ച്? സകല മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ the time is fulfilled, അതിന് കാലം തികഞ്ഞു. കർത്താവ് നിശ്ചയിച്ച സമയം, ഈ ഭൂമിയിൽ ഞാൻ ജനിക്കുമെന്ന് നിശ്ചയിച്ച സമയം കഴിഞ്ഞ്. അത് മാത്രമല്ല, അടുത്ത സമയം ഞാൻ സകല മനുഷ്യർക്ക് വേണ്ടിയും കാൽവരി നോക്കി കടന്നു പോകാൻ പോണ്, എന്റെ ജീവനെ യാഗമായി കൊടുക്കാൻ പോണ് എന്ന് കർത്താവ് ചെയ്ത് അതിന് മുന്നമേ പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ് പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്ക് വിശ്വാസം എതിരില്ല. ദൈവത്തിലും സുവിശേഷത്തിലും നമുക്ക് ഇപ്പോഴും വിശ്വാസം കുറവാണ്. ஆனால் നമ്മൾ അടുത്ത് പഴകിയ ഒരാൾ നമുക്ക് ഒരു സഹായം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? 100% അദ്ദേഹത്തെ നമ്മൾ വിശ്വസിക്കും, അല്ലെ? നമ്മൾ അങ്ങനെയാണല്ലേ? ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞത് അത് വള്ളിപ്പുള്ളി മാറത്തില്ല. അത് എന്ത് ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ?
അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഗലാത്യർ പൗലോസ് എഴുതുമ്പോൾ കാലം സമ്പൂർണ്ണമായപ്പോൾ തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച്. യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ കാലം തികഞ്ഞു, അതിന്റെ അർത്ഥം കഴിഞ്ഞ്, അത് നടന്ന് കഴിഞ്ഞ്. ഇനി അടുത്തത് നടക്കാൻ പോണ്. നിങ്ങൾ എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടണം. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മളത് ശ്രദ്ധിച്ചില്ല, വില കൊടുത്തില്ല. പിന്നെ നമ്മൾ ആദ്യം പോയപ്പോൾ നമുക്ക് എന്തോ സംഭവിച്ചു. എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ലഭിച്ച്. നിങ്ങൾക്ക് അങ്ങനെയാണ് കരുതുന്നത്, എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. എന്തോ എൻ്റെ ഉള്ളിൽ ഒരു ഭാരം കടന്നുപോയി. എനിക്ക് ഉള്ളിൽ ഒരു ഭയങ്കര വലിയ സമാധാനം ഫീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് തുടർന്ന് വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ വചനത്തിലും വിശ്വസിക്കാൻ തുടങ്ങിയത്. ആ വിശ്വാസം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, വിശ്വസിക്കണം. എന്നാൽ വചനം ദൈവത്തിന്റെ ശ്വാസമാണ്, അത് മാറ്റമില്ലാത്തത്. ഇത് ഇന്നും എന്നെ നിങ്ങൾ സംസാരിക്കും. അവന്റെ ഒരു ശബ്ദം കേട്ടാൽ മതി നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് എന്ത് ചെയ്ത് താൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ കാലം തികഞ്ഞു. പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. 2 Corinthians 6 2 വാക്യം. അപ്പോൾ ഇവിടെ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ദൈവത്തിന്റെ സമയം കർത്താവ് ചെയ്ത് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് തന്റെ ജീവനെ കാൽവരി ക്രൂശിൽ യാഗമായി തന്നു. അപ്പോൾ ദൈവത്തിന്റെ നിശ്ചയ സമയത്ത് കർത്താവ് വന്ന് തന്റെ ജീവനെ നിശ്ചയ സമയത്ത് ദൈവം കൊടുത്തു. ഇനി നാം പ്രാപിക്കുന്നത് എന്താണ്? രക്ഷാ ദിവസവും ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം. അതിനർത്ഥം ദൈവത്തിന്റെ ഫേവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ എന്നാണ് ഇപ്പോഴാണ് നിങ്ങളുടെ മേൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യാരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കണോ, നമ്മൾക്ക് ഇപ്പോൾ 10 വർഷം മുൻപോ അല്ലെങ്കിൽ 15 വർഷം മുൻപോ ദൈവം നമ്മളെ കണ്ടത് കൊണ്ടാണ്, അത് നിശ്ചയിച്ച സമയത്ത് ദൈവം നമ്മളെ കണ്ടത് കൊണ്ടാണ് നാം രക്ഷ പ്രാപിപ്പാൻ ഇടയായി. അല്ലെ? ഇപ്പൊ നമ്മൾ വിശ്വാസം വന്നിട്ട് ഏകദേശം 10 കൊല്ലമായി അല്ലെങ്കിൽ 15 20 വർഷം ആയിരിക്കും. ஆனால் അതിന് മുൻപ് നാം അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം കർത്താവ് രക്ഷ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളുടെ രക്ഷാ ദിവസം എന്ന് പറയുന്നത് എന്നായിരുന്നു? 10 കൊല്ലമോ 15 കൊല്ലമോ മുൻപ് ആ ദിവസം ദൈവം നമുക്ക് നിശ്ചയിച്ച ദിവസമായി ആയത് കൊണ്ടാണ് നാം രക്ഷ പ്രാപിക്കുവാൻ ഇടയായി. മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാണ് പറയുന്നത്? ദൈവത്തിന്റെ സമയം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. എന്റെ പല പ്രാവശ്യം എന്നെ വന്ന് വിളിച്ചവരുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരത്തില്ല എന്ന് പറയാം, വരാം 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 എന്ന് പറഞ്ഞ് പറ്റിക്കും, പോകത്തില്ല. എത്ര ദിവസമുണ്ടാ? ஆனால் ദൈവത്തിന് ഒടിച്ച സമയത്ത് ഞാൻ പോയപ്പോൾ പോയതിവിടെ ഏറ്റവും പുറകായിരുന്നത്. പാട്ടുപാടിയത് ഒരു വ്യത്യാസമായിരുന്നു. അവസാനം ദൈവത്തിന്റെ വചനം സംസാരിച്ച് കൊണ്ടായിരുന്നു. അവസാനം ഒരു ആൾട്ടർ കാൾ കൊടുത്തു, ആരൊക്കെ നിങ്ങൾക്ക് ഈ ദൈവത്തെ വേണമെന്ന്. ഞാൻ ഏറ്റവും പുറകിരുന്ന ആൾ. ഞാൻ എങ്ങനെ ഫ്രണ്ട് വന്ന് നിന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ അറിയാതെ നാം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ നിശ്ചിത സമയത്ത് ചെയ്ത് നമ്മളെ മുന്നോട്ട് കർത്താവിനെ അയച്ച് രക്ഷ പ്രാപിപ്പാൻ ഇടവരുത്തി. എനിക്ക് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ പോയി. ഞാൻ നടന്നു പോകുന്ന അറിഞ്ഞില്ല, ഞാൻ നിന്നത് മാത്രമേ അറിഞ്ഞു. ബാക്കിൽ ഏറ്റവും പുറകിലാണ്, ആരും കാണാതെ. എനിക്ക് ഫ്രണ്ട് നിങ്ങൾ നീ വാ പറഞ്ഞ് പാസ് വിളിക്കും പറഞ്ഞത് ഓടിച്ചാണ് ബാക്ക് ഇരുന്നത്. എങ്ങനെ ഫ്രണ്ട് വന്നാൽ എനിക്ക് ഒരു പിടിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവത്തിന്റെ നിശ്ചിത സമയത്തിന് ചെയ്ത് ദൈവത്തിന്റെ രക്ഷയെ പ്രാപിപ്പാൻ ഇടയായി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്താണ്? പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം പറളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച്. ആ സഹായിച്ച് ദൈവം തന്നെയാണ് നമ്മളെ സഹായിച്ച് എന്ന് അവൻ അരുളി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. അപ്പോൾ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒരു ദിവസം ചെയ്ത് ദൈവത്തിന്റെ കൈറോസ് നിശ്ചിത സമയത്ത് നാം രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം വിചാരിച്ചുകൊണ്ടാണ് നാം രക്ഷ പ്രാപിച്ച് നാം ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമുക്ക് അടുത്ത വാക്കുകൾ വായിക്കാം. റോമർ 5:6 എങ്ങനെയാണ്? നാം ബലഹീനരായി ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത്
അഭക്തർക്ക് വേണ്ടി മരിച്ച്. ദൈവം മരിച്ച ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടിയാണോ? ദാവീദിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അൺഗോഡ്ലി, ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ദൈവം ചെയ്ത് മരിച്ചത്. നിങ്ങളാണ് ദൈവത്തെ അറിഞ്ഞവരാണോ ജനിക്കുമ്പോൾ? ഇല്ല. നമ്മളൊക്കെ ജനിച്ച് നമുക്കൊരു ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ അത് ദൈവമല്ല. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു കൊടുത്തത് ദൈവമാണെന്ന് അല്ലേ? നീ കാണിച്ചു കൊടുത്ത് ഒരു ബിംബത്തിന് മുൻപിൽ തൊട്ടു കുമ്പിടണം, അത് നമസ്കരിക്കണം, എനിക്ക് കാണിച്ചു കൊടുത്ത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവമല്ല. ഒരു മനുഷ്യൻ കൈകൊണ്ട് ചെയ്ത് ഒന്നും ദൈവത്തെ നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്ത് നീ നമസ്കരിക്കരുത്. അതുകൊണ്ട് ദൈവം തന്നെ തക്ക സമയത്ത് ദൈവം നമുക്ക് രക്ഷാ ദിവസം നമുക്ക് നൽകി. പാപികളായിരുന്ന എന്നെ നിങ്ങൾ ചെയ്ത് കർത്താവ് തന്റെ ജീവനെ കൊടുത്ത്. വചനത്തില് പാപികൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ജനത്തിന് വേണ്ടിയാണ് ദൈവം മരിച്ചു. അവന്റെ മരണം, അവന്റെ രക്തത്താൽ കർത്താവ് ചെയ്ത് എന്നെ നിങ്ങളെയും വിലക്കി വാങ്ങി. വിലക്ക് വാങ്ങിക്കും പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ രക്തത്താൽ ദൈവം നമ്മളെ വിലക്കി വാങ്ങി. ഇതുകൊണ്ട് വായിച്ചു 1:18-19. ഇങ്ങനെ കർത്താവ് ചെയ്ത് ഒന്നും വെള്ളിയും കൊണ്ടല്ല മേടിച്ചത്. എന്തുകൊണ്ടാണ് മേടിച്ചത്? ക്രിസ്തുവിന്റെ നിർദോഷണവും നിഷ്കളങ്കമായ വിലയേറെ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾ വിലക്കി വാങ്ങി. കുഞ്ഞാടിന്റെ രക്തം, അത് യേശു കർത്താവ് രക്തത്താൽ ദൈവം ചെയ്ത് എന്നെ നിങ്ങളെയും അവൻ വിലക്കി വാങ്ങി. അപ്പോൾ അടുത്ത് പറഞ്ഞത്, പാവിക ഇരുന്ന എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത് തന്റെ ജീവനെ കാൽവരി ക്രൂശിൽ ദൈവം നമുക്ക് നൽകി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നിശ്ചിത സമയത്ത് നാം രക്ഷ പ്രാപിപ്പാനും ആ യഥാർത്ഥ സത്യ ദൈവത്തെ അറിയുവാനും ദൈവം നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയം കർത്താവ് ചെയ്ത് ചേർന്നു. അതുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാത്രം രക്ഷ പ്രാപിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊക്കെ വേണ്ടിയും ഇനി രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നാം ദൈവമക്കളെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ എത്തുവാൻ കഴിയും. അതേസമയം നരകത്തിലായിരിക്കും മക്കൾക്ക് എന്ത് ചെയ്യും? സ്വർഗത്തെ കാണാൻ കഴിയും. വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ലൂക്കോസ് 16 ധനവാനും ലാസറുടെ കഥ നമുക്കറിയാം. ധനവാൻ നിലവിളിച്ച് പറയുന്നത് എന്താണ്? എനിക്ക് അവന്റെ വിരൽ നുണി വിരൽ എന്ത് ചെയ്യണം? എനിക്ക് അല്പം വെള്ളം തരണമേ എന്ന് ചോദിച്ചു. ലാസർ എവിടെയാണ്? അബ്രഹാമിന്റെ മടിയിലായിരുന്നു. അപ്പോ ഈ നരകത്തിൽ കിടന്ന വ്യക്തിക്ക് ആ പരദേശിലായിരിക്കുന്ന വ്യക്തിയെ കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ പറയട്ടെ, അവൻ പറഞ്ഞ്, ഞാനിവിടെ വന്നു മതി, എന്റെ സഹോദരൻ ഈ സ്ഥലത്ത് വരാൻ പാടില്ല, അതുകൊണ്ട് ഒന്ന് അവനെ അയച്ച് പറയണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മോശയുടെ ന്യായപ്രമാണമോ ദേവദാസന്മാർ പ്രസംഗന്മാർ എല്ലാവരും ഉണ്ട്. അത് കേട്ട് വിശ്വസിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞത്, ദൈവം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാണ്. എന്തുകൊണ്ട്? നാം ദൈവസന്നിധിയിൽ പാർക്കണമെന്ന്. പക്ഷേ ദൈവം നമുക്ക് ഒരു രക്ഷാ ദിവസം നമുക്ക് നൽകി. അത് ദൈവത്തിന്റെ നിശ്ചിത സമയത്ത് നാം രക്ഷ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി. കർത്താവ് തക്ക സമയത്ത് ഭൂമിയിൽ വന്നു, തക്ക സമയത്ത് മരിച്ച്, തക്ക സമയത്ത് നാം രക്ഷ പ്രാപിപ്പാൻ ഇടയായി. അതുകൊണ്ട് നാം രക്ഷ പ്രാപിച്ചാൽ മതി, ഇനി എല്ലാം കഴിഞ്ഞ് എന്ന് വിചാരിക്കാതെ നീ മറ്റവരും എനിക്ക് പരിചയമുള്ള വ്യക്തികളും നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ അവരെല്ലാം ദൈവത്തെ അറിയുവാൻ ഇടയാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുൻപോട്ട് പോകണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതുകൂടെ സമയം കിട്ടുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയണം. നാം ഭൂമിയിൽ നൽകപ്പെട്ട അവസരം മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്തുവാൻ കഴിയും. ഭൂമിയിൽ ദൈവത്തെ അറിയാതെ മരിക്കുന്ന വ്യക്തികൾ നരകത്തിൽ മാത്രമേ കടന്നു പോകുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് എന്താ പറയാം, ഒരു ലാഘവത്തോടെ എടുക്കാതെ ഗൗരവമായി നിങ്ങൾ എടുത്തത് ചെയ്യണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്വർഗത്തെടുക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ അവരുടെ നരകത്തിലുള്ള വേദന, നിങ്ങളുടെ മകനോ നിങ്ങളുടെ അമ്മയോ അങ്ങ് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ സുഖമായിരിക്കോ? പക്ഷെ അന്ന് നിങ്ങൾ വർത്തപ്പെടരുത്, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചാവും രക്ഷ പ്രാപിച്ചാൽ കാണുമെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാം രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ നിശ്ചിത സമയത്ത് അവരും
ദൈവത്തിൽ നിശ്ചിത സമയത്ത് രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകണം. മനസ്സിലായ? ഓക്കെ, ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം.